സർക്കാർ സുപ്രീം കോടതിയിൽ വടികൊടുത്ത് അടിവാങ്ങിയെന്ന് വി.ഡി. സതീശൻ. കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നേട്ടമല്ല എന്നും സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മുൻ ധനമന്ത്രി തോമസ് ഐസകാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നേട്ടമല്ല എന്നും സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ സുപ്രീം കോടതിയിൽ വടികൊടുത്ത് അടിവാങ്ങി. കെടുകാര്യസ്ഥതയാണ് എല്ലാത്തിനും കാരണമെന്ന് കോടതി പറയുന്നു. UDF ഉയർത്തിയ വാദങ്ങൾ കോടതി തന്നെ ശരിവെച്ചു. നവകേരള സദസ്സിൽ ഉടനീളം പ്രചരിപ്പിച്ച ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷം കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുക. മാത്രമല്ല, നവകേരള സദസ്സിൽ ഉടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണം, കടമെടുക്കാനുള്ള പരിധിയിൽ സംസ്ഥാനത്തിനാണ് അവകാശം കൊടുക്കേണ്ടത് എന്നുള്ള വാദമുഖമാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത്. 4 ലക്ഷം കോടി രൂപയിലേക്ക് പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന കടമെടുപ്പ് തന്നെ അപകടകരമായ രീതിയിലുള്ള കടമെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കേരളം വീണ്ടും കടമെടുത്താനുള്ള അവസ്ഥ എന്താവും? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒന്നാം ഇടതുമുന്നണി മന്ത്രിസഭ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞ പണത്തെക്കുറിച്ചും കേരളം കോടതിയിൽ പറഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണം മുൻ ധനമന്ത്രി തോമസ് ഐസകാണ്. നികുതി പിരിവിലെ വീഴ്ചയും കെടുകാര്യസ്ഥതയുമാണ് എല്ലാത്തിനും കാരണമെന്നും കേസിൽ കേരളത്തിന് ഒരു നേട്ടവും ഇല്ല എന്നും ഇനി കടമെടുക്കാൻ അനുവദിച്ചാൽ എന്താകും കേരളത്തിന്റെ സ്ഥിതിയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടും എന്നിരിക്കെ ഉയർന്ന പലിശയ്ക്ക് വിദേശ വായ്പ എടുത്തുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റം എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ ഷേപ്പ് മാറ്റിയ ആളാണ് അദ്ദേഹം. കേരളത്തിന്റെ ഷേപ്പ് മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. അതിനുശേഷം ഈ അപകടത്തിൽ നിന്ന് തിരിച്ച് കരകയറാനുള്ള ഒരു ശ്രമവും ഈ രണ്ടാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭ നടപ്പാക്കിയില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ഈ ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ നികുതി പിരിവിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അഴിമതി തടയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. M5 ന്യൂസ് പത്തനംതിട്ട.